നമ്മുടെ വീട്ടിൽ തിക്കടി ഇല്ലാത്തൊരു വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഉണ്ടായിട്ടില്ല കേട്ടോ. തിക്കടി എന്ന് പറയുന്നത് ഈ സാധനമാണ്. അത് പല നാട്ടിലും പിടി എന്ന് പറയാറുണ്ട്. പിടി ഈസ് പിന്നെ വൈറ്റ് ഫോം. ഇതൊരു യെല്ലോ കളറിൽ തേങ്ങ അരിച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് തിക്കടി. ആ തിക്കടിയും കോഴിക്കറിയും കൂടെ ആയിട്ട് ആ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ കഴിച്ചില്ലെങ്കിൽ എൻ്റെ ഒന്ന് ഓർമ്മയിൽ എനിക്ക് അങ്ങനെ ഒരു പെരുന്നാളേ ഉണ്ടായിട്ടില്ല കേട്ടോ. അതൊരു ഫീലും ശരിക്കും പറഞ്ഞാൽ. ഇത് പിന്നെ മമ്മി ഞങ്ങളെക്കാട്ടിലും വളരെ നന്നായി പരിപാലിച്ച് കൊണ്ടുവരുന്ന ഒരു ചെറിയ ഗാർഡനാണ് കേട്ടോ. ഷീക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഗാർഡനും ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ വൈകിട്ട് അസർ നമസ്കാരത്തിന് ശേഷം അടുക്കളയിലേക്ക് പരിപാടികളിലേക്ക് കടക്കുകയാണ്. ഞാൻ മാത്രമല്ല ഷീയാണ് കൂടുതലും ചെയ്യുന്നത്. ഞാനിങ്ങനെ എല്ലാം ഒപ്പിയെടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബോണ്ടയാണ്, ഗോതമ്പ് ബോണ്ട, നല്ല പഴമൊക്കെ നിറച്ച് നല്ല ബോണ്ടയാണ്. പിന്നെ കുഞ്ഞിനെ കൊടുത്തിടാനായിട്ട് ചായ എല്ലാം തയ്യാറാക്കി എടുക്കുകയൊക്കെ ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് കുറച്ചൊരു എനർജി കുറഞ്ഞൊരു ദിവസമാണ്. അപ്പം നമുക്ക് കുറച്ച് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നിന്ന് ഷമാം ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് ഷമാമിൽ കുറച്ച് ക്യാരറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അത് ശരിക്കും നല്ലൊരു ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയാണിന്ന് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഒന്നെങ്കിൽ വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ഏതെങ്കിലുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ബാക്കി ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിരുന്നപ്പം ബാങ്ക് വിളിച്ചിട്ട് അങ്ങനെ നോമ്പൊക്കെ തുറന്നു തുറന്നിട്ട് ഈ കഞ്ഞിയാണ് കുടിക്കുന്നത്. എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിൻ്റെ കൂടെ പള്ളിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ചട്നി കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. അത് ശരിക്കും ഭയങ്കര ഒരു ചട്നിയായിട്ട് കഴിക്കുക കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിലോട്ട് ശീലമായതിനേക്കാളും ഉപരി പുറത്തുനിന്ന് കുറേ ആൾക്കാർക്ക് ആദ്യമായിട്ട് കഴിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ട് കേട്ടോ. സോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സോ ഇഫ് യു ഫൈൻഡ് മൈ വീഡിയോ ഇൻട്രസ്റ്റിംഗ്, പ്ലീസ് ടു സബ്സ്ക്രൈബ്. ബൈ.